ഹലോ. അപ്പോൾ ദേ ഇന്നാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫ് കഴിക്കാത്ത ആൾക്കാർ കുറവാണെന്നാണ് എനിക്കറിയാവുന്നത്. കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും ബീഫ് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം ബീഫ് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നാൽ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വീഡിയോഗ്രാഫറായ നമ്മുടെ കെട്ടിയോൻ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലോട്ട് എടുത്ത് വെച്ചു. അതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു മാക്സിമം ഒരു 4-5 വിസിലോളം ഞാൻ അടുപ്പിക്കും കേട്ടോ. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ടോപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ ടോപ്പാണ്. അപ്പോൾ ഇച്ചിരി ലൂസാണ്. അപ്പോൾ ഞാൻ സൈഡിൽ പിന്നൊക്കെ വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയില, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സവാള. ഇത് ഇത്രയും കൂടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു ഭംഗി വേണ്ടി നിങ്ങളെ കാണിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില. ഇത് ഇത്രയും കൂടാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകുന്നു തോന്നുന്നു. പുള്ളി വീഡിയോ എടുപ്പ് നിന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് എൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി. ആളവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, എടി നിൽക്ക്. ഞാൻ അപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ടു. കടുകിനകത്ത് ഞാൻ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യത്തിന് വേണ്ട കറിവേപ്പില എടുത്തിട്ടു. കറിവേപ്പില ചെറുതായതുകൊണ്ട് കുറേ ടൈം എടുത്തു. അത് ഇട്ട് അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടാണ് നമ്മൾ മിക്സ് ആക്കുന്നത്. അപ്പോൾ ഞാൻ തവിയും കൊണ്ട് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളി ഇട്ടു. അത് ഒന്ന് ചെറുതായിട്ടായപ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടു. അപ്പോൾ തന്നെ മൂക്ക് പുകയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും. അപ്പോൾ വീഡിയോഗ്രാഫറായ നമ്മുടെ കെട്ടിയവൻ ഓടി അവിടുന്ന്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിനകത്തോട്ട് സവാള ആവശ്യത്തിന് എടുത്തിട്ടിട്ടുണ്ട്. സവാള ഒന്ന് വരേണ്ട സമയമുണ്ടല്ലോ. അപ്പം നന്നായിട്ട് ഞാനതൊന്ന് ഇളക്കി കൊടുത്തു. അതിനോട് ചെറിയ രീതിയിൽ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരണ്ട് വരും കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലാവാതിരിക്കാൻ കുറച്ചിട്ടു. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടു. അത് ഞാൻ 2 ടേബിൾ സ്പൂണായിട്ടിരുന്ന കേട്ടോ. അതിന് ശേഷം അതിലോട്ട് നമ്മുടെ മുളക് പൊടി ഇപ്പം ഞാൻ കാശ്മീരി ഇട്ടിരിക്കുന്നത് കേട്ടോ, ഇച്ചിരി എരി കൂടാനും വേണ്ടി. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇറച്ചി മസാലപ്പൊടി. അപ്പോൾ അത് ഇട്ടപ്പം കറക്റ്റായി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് പിടിച്ച് കൊടുത്തു. അങ്ങനെ ഇറച്ചിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ ചെയ്തത്. അതാകുമ്പോൾ കുറച്ച് നേരം ആവി തട്ടി ആ അരപ്പൊക്കെ വെന്തു. അതിന് ശേഷം നമ്മുടെ ബീഫ് എടുത്ത് ഞാൻ നന്നായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കാനുള്ള ടൈം കിട്ടിയില്ല, കാരണം ഏട്ടൻ എന്തോ ബിസി ആയിപ്പോയി. അപ്പോൾ പിന്നെ ഫൈനലി നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കപ്പയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഏറ്റവും അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ വീട്ടിലെ മീൻകുട്ടനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ താങ്ക് യു.